മനോരമ ദിനപത്രത്തിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്കും അറിയാം അത് ഇടതുപക്ഷ വിരുദ്ധമാണ് എന്ന്. സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ കൊടുക്കുകയും UDF-ന് വേണ്ടി വാർത്തകൾ ചമയ്ക്കുകയും ചെയ്യുക എന്നത് മലയാള മനോരമയുടെ രീതിയാണ്. അവർ അതിനുവേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നതും എന്നതും ഒരു വസ്തുതയാണ്. ആരും എതിർക്കാത്ത വസ്തുതയാണ്. മനോരമയിലെ മാധ്യമപ്രവർത്തകർ പോലും അത് സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ കാര്യങ്ങൾ മറിയുകയാണ്. കാരണം LDF അധികാരത്തിൽ വരണമെന്ന്, വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മലയാള മനോരമ ദിനപത്രമാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതല്ലെങ്കിൽ മലയാള മനോരമയ്ക്ക് വലിയ തോതിൽ വിഷയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. കാരണം പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. LDF കൃത്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നു. UDF പറയുന്നു 2021 സംഭവിച്ചത് പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാണ്. 2021 വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാണ്. കേരളത്തിലെ LDF UDF എന്ന രീതി 2026 ഉണ്ടാകും. അതുകൊണ്ട് UDF തന്നെയാണ് അധികാരത്തിൽ വരിക എന്ന് പറയുന്നു. എന്നാൽ LDF-നെ സംബന്ധിച്ച് അവർ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തൊക്കെ ചെയ്യണം അടുത്ത 5 വർഷം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വകുപ്പുകളും സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സെമിനാറുകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കാനാണ് LDF സർക്കാർ തയ്യാറെടുത്ത് നിൽക്കുന്നത്. LDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF നേതാക്കൾക്ക് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമില്ല. അതിലെന്താണ് ഇത്ര സംശയം എന്ന ചോദ്യം തിരിച്ചു ചോദിക്കുന്ന നിലയിലേക്ക് LDF നേതാക്കൾ മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മനോരമയുടെ നിലപാടാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത്. സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ കൊടുക്കുക എന്നതാണ് മനോരമയുടെ നിലപാട്. നമുക്കറിയാം, പുതുപ്പള്ളി ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മലയാള മനോരമ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. വലിയ ചർച്ചയായി മാറി. ഇപ്പോഴും ചർച്ച അവസാനിച്ചിട്ടില്ല. ഒരു 3-4 ദിവസം മുമ്പാണ് സുപ്രീം കോടതി ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ എടുത്ത് കൊട്ടയിലിട്ടത്. പുതുപ്പള്ളി ബൈ ഇലക്ഷന്റെ കാലത്ത് തുടങ്ങിയത് ഏകദേശം 2 വർഷക്കാലം കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. അതിനാണ് സുപ്രീം കോടതി അവസാനം കുറിച്ചത്. എന്തായിരുന്നു വാർത്ത? മാസപ്പടി കേസ്. മാസപ്പടി കേസ് കേരളത്തിൽ ആദ്യം കൊണ്ടുവരുന്നത് മലയാള മനോരമയാണ്. അതും പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുക്കുന്നു. പുതുപ്പള്ളി ബൈ ഇലക്ഷനിൽ അത് വലിയ ചർച്ചയായി മാറുന്നു. അങ്ങനെ പുതുപ്പള്ളിക്ക് ശേഷം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച. അതിൽ ആരൊക്കെയുണ്ട്? മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുടെ മകളുണ്ട്, CMRL കമ്പനിയുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി മകളും CMRL കമ്പനിയും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന മാസപ്പടി കേസ് എന്ന് മനോരമ വിളിച്ച സംഭവമുണ്ട്. അവസാനം മാത്യു കോഴിനാടൻ അത് ഏറ്റെടുത്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. കീഴ്ക്കോടതി തള്ളി, ഹൈക്കോടതി തള്ളി. അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയും കേസ് തള്ളി. ഇതിൽ കാര്യമില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അത് അവസാനിച്ചു. എന്ന് വെച്ചാൽ മനോരമ കൊണ്ടുവരികയും കേരളത്തിൽ വലിയ ചർച്ചയാവുകയും മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും UDF-ഉം BJP-യും രാഷ്ട്രീയ ക്യാമ്പയിനായി മാറ്റുകയും ഒക്കെ ചെയ്ത മാസപ്പടി കേസിന്റെ ഇന്നത്തെ അവസ്ഥ അത് ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു എന്നതാണ്. അത് കഴിഞ്ഞ് 3-ാം ദിവസമാണ് വീണ്ടും മനോരമ മറ്റൊരു വാർത്തയുമായി രംഗത്ത് വരുന്നത്. അത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകനെതിരെയാണ്. മകന് 2023 ED നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് മനോരമ മറ്റൊരു വെടി പൊട്ടിച്ചത്. എന്ന് വെച്ചാൽ ഒരു വെടി പൊട്ടിച്ചത് പൊയ്വെടിയാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു വെടി. അത് പൊയ്വെടിയാണോ എന്ന് 3-4 അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് തെളിഞ്ഞോട്ടെ, അതുവരെ ചർച്ച ചെയ്യുമല്ലോ, അതുവരെ മുഖ്യമന്ത്രിയെയും LDF-നെയും പ്രതിക്കൂട്ടി നിർത്താമല്ലോ. ഇതൊക്കെയാണ് മനോരമയുടെ ലക്ഷ്യം. പക്ഷേ ഒന്നാമത്തെ വെടി അത് പൊയ്വെടിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി, അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതോടുകൂടി പിണറായി വിജയന്റെ നിലപാട് ഒന്നുകൂടി ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഗ്ലാമർ, രാഷ്ട്രീയ ഗ്ലാമർ ഒന്നുകൂടി ഉയർന്നു. തനിക്കെതിരെ കൊണ്ടുവന്ന ഇത്രയും കാലം ചർച്ച ചെയ്ത പ്രശ്നം എന്തായി, പോയില്ലേ എന്ന് അദ്ദേഹം ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിക്കുമായിരിക്കും. പക്ഷേ LDF നേതാക്കൾ, CPM നേതാക്കൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്തി ചർച്ചകളിലെ LDF നേതാക്കളുടെ, CPM നേതാക്കളുടെ പ്രധാനപ്പെട്ട ആയുധം മാസപ്പടി കേസ് ഒന്നുമല്ലാതായതാണ്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്ന, മകനെതിരെ കൊണ്ടുവന്ന ഈ കേസും അതുപോലെ അവസാനിക്കും.
2 വർഷമൊന്നും നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല. അതിനു മുമ്പ് തന്നെ തീരാനാണ് സാധ്യത. വലിയ ചോദ്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ആരാണ് സമൻസിൽ കൈപ്പട കൊണ്ട് അഡ്രസ് എഴുതിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. കാരണം ED ഒരു സമൻസ് ഒക്കെ അയക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ അഡ്രസ്സും ടൈപ്പ് ചെയ്യുമല്ലോ. ഇത് വിവേക് കിരൺ എന്ന് മാത്രം എഴുതുകയും താഴെ പേന കൊണ്ട് സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫോസ് തിരുവനന്തപുരം എന്ന് എഴുതി ചേർക്കുകയും ചെയ്തത് ആരാണ്? എങ്ങനെയാണ് EDക്ക് മാത്രം, ED ഉദ്യോഗസ്ഥർക്ക് മാത്രം ആക്സസ് ഉള്ള EDയുടെ കമ്പ്യൂട്ടറിൽ കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുക? എന്ന് വെച്ചാൽ ഒരു പ്ലാനിങ്, കൃത്യമായ പ്ലാനിങ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. 2023 നടന്ന സംഭവത്തെ വീണ്ടും ചർച്ചയാക്കി മാറ്റാൻ എന്നതാണ്. അതിന് അധികകാലം ആയുസില്ല എന്ന് ഇന്നലോടുകൂടി തന്നെ വ്യക്തമായിരുന്നു. മനോരമ അന്തിച്ചർച്ച നടത്തി, വാർത്തകൾ മെല്ലെ തുടർ വാർത്തകൾ നൽകി കത്തിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും മറ്റു മാധ്യമങ്ങളൊന്നും അത് വേണ്ടത്ര ഏറ്റെടുത്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരു പ്രസ്താവനയിൽ എല്ലാം ഒതുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസിനും അതത്ര അങ്ങ് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, UDFനും അതത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. 2 ദിവസം കഴിയുമ്പോൾ അതിന്റെയും മാസപ്പടി കേസ് എങ്ങനെയാണോ അവസാനിച്ചത് അതേപോലെ ഈ സംഭവം, ഈ കേസും അവസാനിക്കും, ഈ വാർത്തയും അവസാനിക്കും. അതും LDFന് വലിയ നേട്ടമായി മാറും, പിണറായി വിജയന് വലിയ നേട്ടമായി മാറും. അങ്ങനെ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ ഏറ്റാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയാണോ മനോരമ എന്ന ചോദ്യം പ്രസക്തമാകുന്നതും അവിടെയാണ്. മനോരമ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ UDFനെ വിജയിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ അവർ ഇപ്പോൾ കളം മാറി ചവിട്ടി LDFനെ ജയിപ്പിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നത്. മലയാള മനോരമയ്ക്ക് എന്തുപറ്റി എന്ന വലിയ ചോദ്യം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ അത് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്.